നമസ്കാരം. ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ എന്നെ കാണാൻ വരുന്നു. അദ്ദേഹം പാലക്കാട് പ്രദേശത്ത് ഒരു സ്ഥലത്ത്, ഞാൻ അവിടെ നിന്ന് പറയുന്നില്ല, ആ ദേശത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിട്ട് ജോലി നിൽക്കുന്നൊരു കാലം. അന്നൊരു ആൽമര ചുവട്ടിൽ ഈ ബസ് കൊണ്ട് നിർത്തും കണ്ടക്ടറും ഡ്രൈവറും. ഡ്രൈവറെ വീട് അവിടെ അടുത്തായതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോകും. അവിടെ ഒരു പാറപ്പുറമുണ്ട്, ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഇദ്ദേഹം രാത്രി ഇയാൾ പോയതിന് ശേഷം ആ നിലാവുള്ള പാറപ്പുറത്ത് പോയിരിക്കും. എന്നോട് പറഞ്ഞതാണ്. പാറപ്പുറത്ത് പോയി ഇരിക്കും, കുറേ നേരം അവിടെ കിടന്ന് മയങ്ങും. മദ്യപിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞില്ല, ചിരിച്ചതേ ഉള്ളൂ. മദ്യപിക്കുമായിരിക്കും. ഇത് കാലം കുറേയായി. ഇപ്പോഴതൊന്നുകൂടെ പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണവും എന്നെ വന്നു കയറാനുള്ള ഒരു കാര്യവും അതിലേക്കാണ് ഞാൻ വരുന്നത്. അന്ന് അക്കാലത്ത് ഈ പാറപ്പുറത്ത് കിടക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹം അങ്ങ് പോയതിന് ശേഷം ഒന്ന് മയങ്ങി ഈ പാറപ്പുറത്ത് കിടന്ന്. അപ്പോൾ ആൽമര ചുവട്ടിൽ വണ്ടി കൊണ്ട് നിർത്തും. വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇദ്ദേഹം ഈ പാറപ്പുറത്ത് വരും, ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ ലേശം ഇച്ചിരി മദ്യപിക്കുമായിരിക്കും. മയങ്ങി എഴുന്നേൽക്കുമ്പോൾ മയങ്ങി കിടക്കുമ്പോൾ ഒരു കുരിശിൻ്റെ ശബ്ദം കേൾക്കുന്നു, ഒറ്റ കുരിശിൻ്റെ ശബ്ദം. ഇയാൾ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ആ പാറക്കയുടെ താഴെയുള്ള നീരുറവയിൽ ഒരു സ്ത്രീ നിന്ന് കുളിക്കുകയാണ്. നിലാവുള്ള രാത്രി. ആ പരിസരത്തെങ്ങും ഒരു മനുഷ്യരില്ല. ഞാനിത് എഴുതിയിട്ടുണ്ട്, ഇത് കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും ഞാനിതൊന്ന് അവതരിപ്പിക്കുകയാണ്. വളരെ ഈ ശാസ്ത്രം പുരോഗമിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ചന്ദ്രനിലേക്ക് കാലുകുത്തി അതിനപ്പുറത്തുള്ള എല്ലാ ഗ്രഹങ്ങളിലേക്കും കടന്നു പോകാൻ സാധ്യതയുള്ള ശാസ്ത്രീയമായി വളർന്നു നിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെ വളർച്ച ലോകത്തെ അത്ഭുതപ്പെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാലത്താണ് ഒരു ബസ് കണ്ടക്ടർ രാത്രി പാറപ്പുറത്ത് കിടന്നുറങ്ങുമ്പോൾ നിലാപത്ത് ഒരു സ്ത്രീ നിന്ന് കുളിക്കുന്നു. മുലക്കച്ചയൊക്കെ കെട്ടി ഒരു സ്ത്രീ നീരാടുകയാണ്. അയാൾക്ക് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, താങ്കൾ ലേശം മദ്യം കഴിച്ചിട്ട് താങ്കൾക്കിത് തോന്നിയതാണോ? അല്ല സ്വാമി, ഞാൻ കണ്ടതാണ്. ഞാൻ എങ്ങനെ കണ്ടു? ആ പാറപ്പുറം ചെന്ന് അവസാനിക്കുന്ന ഒരു നീരുറവയുണ്ട്. അത് പണ്ട് ഭീമൻ്റെ കാൽപാദം പറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിൽ എന്തോ ഒരു കാര്യം പറയും. അവിടെ ഉറവ ഒരിക്കലും പറ്റത്തില്ല, എപ്പോഴും നീരാട്ട് കാണും. അതിൻ്റെ താഴെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഞാൻ ഇത് ആരാണെന്ന് തോന്നി. സ്വാമി, ഒരു മനുഷ്യ സ്ത്രീയല്ല. പിന്നെ ഞാൻ കുറച്ചു നേരം ആ പാറപ്പുറത്തേക്ക് ചരിഞ്ഞ് കിടന്നു. ചരിഞ്ഞ് കിടന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കുറച്ചു നേരം കിടന്നപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി. കുളിക്കുന്ന ശബ്ദം കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ല. എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പം പാറപ്പുറത്തൂടെ നനഞ്ഞ കാൽപാദങ്ങൾ കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ മെല്ലെ എഴുന്നേറ്റു. ഈ പരിസരത്തുള്ള ഏതെങ്കിലും അഭിസാരിക മറ്റോ ആണോ? ഇവരെന്തിനാണ് രാത്രി ഇവിടെ വന്ന് കുളിക്കുന്നത്? അയാൾക്ക് ത്വരയുണ്ടായി, ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ. പിന്നെ ലേശം ഇത്തിരി മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെയുള്ള ശരീരം വിറ്റ് ജീവിക്കുന്ന ഏതെങ്കിലും സ്ത്രീയാണെങ്കിൽ ഒരാഗ്രഹം പുരുഷന് തോന്നാമല്ലോ. എന്തായാലും ഇദ്ദേഹം പോകുമ്പോൾ ആ നനഞ്ഞ കാൽപ്പാടുകൾ കാണാതായി. ഇദ്ദേഹം ഇതാരോടും പറയാൻ നിന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ മനസ്സിൽ കിടന്നു. പിന്നെ പല ദിവസങ്ങളിലും അവിടെ ഇദ്ദേഹം ഇത് കാത്തു കിടന്നെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. കുറേ കാലത്തിന് ശേഷം ഇദ്ദേഹം ആ കണ്ടക്ടറോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ദിവസം അവിടെ കിടന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ കുളിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ നനഞ്ഞ കാൽപ്പാടുകൾ കണ്ടു. കൊലുസിൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ 2 എണ്ണം കഴിച്ചിട്ട് കിടന്നത് കൊണ്ട് നിനക്കത് തോന്നിയതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു സാന്നിധ്യമുണ്ട്. അത് കാളി ദേവി ഇടങ്ങി നടക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട്. അവിടെ കാളി ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനിയിപ്പോൾ കാളിയോ മറ്റോ ആണോ എന്ന്, ഭദ്രകാളിയോ മറ്റോ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇന്നവരെ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇതെവിടെ വെച്ച് അവസാനിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ, വീട്ടിൽ ഭാര്യയുമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ്? ഈ പാറപ്പുറം, ആ പാറപ്പുറത്തെ നീരുറവ, അവിടെ ഒരു തെയ്യത്തിൻ്റെ മുകളിൽ ഒരു അതിഭീകരമായിട്ടുള്ള മുഖത്തോടു കൂടിയ ഒരു ഭദ്രകാളി മുഖം തെയ്യം ഇദ്ദേഹത്തിന് ഓടി നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുകയും ആ ചവിട്ടേറ്റ് ഇദ്ദേഹം കിടപ്പറയിൽ നിന്ന് തറയിലേക്ക് അലറി വിളിച്ചുകൊണ്ട് വീഴുകയും ചെയ്തു. ഭാര്യ പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിട്ട് വിളിച്ചു, വെള്ളം തളിച്ചു, ഉണർത്തി. മുഖം മുഴുവൻ തളർന്ന് വേർപ്പോട് കൂടി കുളിച്ചിരിക്കുകയാണ്.
ഈ കഥ പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ DNA ഇങ്ങനെ ഒരു സ്വാമിയുണ്ട്, സ്വാമി ഇത്തരം കഥകളും ഒക്കെ പറയുന്നതാണ്, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നിരിക്കുന്നത്. സംഭവങ്ങൾ വളരെ പഴയതാണ്. ഒരാൾ മുമ്പിൽ വന്നിരുന്ന് പറയുന്നു, താൻ ബസ്സിലെ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിരുന്ന കാലത്ത് എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ കിടന്ന പാറപ്പുറത്ത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. പക്ഷേ ഇപ്പോഴെനിക്ക് അതിൻ്റെ തീക്ഷ്ണമായ ഒരു അനുഭവം മാത്രമല്ല സ്വാമി, അതിൻ്റെ പിറ്റേ ദിവസം അഗ്നിഭീകരമായ ചൂട് എൻ്റെ ശരീരത്തിലുണ്ടായിട്ട് എനിക്ക് ചിക്കൻ പോക്സ് പടർന്നു പിടിച്ചു, എൻ്റെ ശരീരം മുഴുവൻ. ഞാൻ എത്രയോ ദിവസം അങ്ങനെ തന്നെ കിടന്നു. എനിക്ക് ആ തെയ്യത്തിൻ്റെ ഭീകരമായ മുഖവും ആ താളവും ചെണ്ടമേളവും ഒക്കെ കേൾക്കാം. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ പറ്റുക? ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അദ്ദേഹം പറയുന്നതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, എവിടെയാണ് സ്ഥലം? അപ്പോൾ അദ്ദേഹം സ്ഥലം പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടം വരെ വരാനായിട്ടുള്ള അവസ്ഥയില്ല, പക്ഷേ എനിക്കവിടെ പരിചയമുള്ള എന്നെ കാണാൻ വന്നിട്ടുള്ള ചിലരുടെ നമ്പറുണ്ട്, ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അവിടുത്തെ ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഈ ഡയറി എല്ലാവരും ഇവിടെ ഇപ്പോൾ മുടിപ്പാലത്തറി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ എല്ലാവരും വന്നാലും ഞാൻ പേരും നമ്പരും ചിലരുടെ എഴുതിയിടും. ഞാനങ്ങനെ ആ ദേശത്തുള്ള ഒരാളെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, സ്വാമി ആ പാറയൊക്കെ പൊട്ടിച്ച് കളഞ്ഞു, പക്ഷേ ആ പാറ പൊട്ടിക്കാൻ വന്നവൻ ഇതേപോലെ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന് അവിടെ കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് ഒരു രാത്രി ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ എന്താണ്? ആ പാറയുടെ ഒരു ഭാഗം മാത്രമേ, അതൊരു ഭദ്രകാളി കുന്നെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഭദ്രകാളിയുമായിട്ട് ബന്ധമായിട്ടുള്ള സ്ഥലത്തിൻ്റെ വ്യത്യാസം പേരൊക്കെ ഉണ്ട്, അത് നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റില്ല. അവിടെ താഴെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അവിടെ ഈ പാറ പൊട്ടിക്കാൻ തീരുമാനിച്ച്, രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പാറ പൊട്ടിക്കാൻ തീരുമാനിച്ചു. പലരും പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു ഈ പാറയായിട്ട് ബന്ധമുള്ള അവർ രാത്രി ഭദ്രകാളി ചെന്നിരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ പോയി അതൊന്നും ചെയ്യരുത്. ഞാൻ ഇതിൻ്റെ ഒരു കണ്ടൻറ് എടുത്തിട്ട് ഞാൻ എൻ്റെ കാളിയൂറ്റിലെ ഹൃദയമുദ്ര എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് എഴുതിയിട്ടുണ്ട് വളരെ മുമ്പ്. പക്ഷേ ഈ കഥയുമായിട്ട് ഇത് ഒത്തുവരികയാണ്. അപ്പോൾ പാറ പൊട്ടിച്ച് ആദ്യത്തെ 1-2 ദിവസം വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ആ പാറ വന്ന് നിലത്തടിച്ച് ഇയാൾ മൃത്യുവാണ് ചെയ്യുന്നത്. ഇയാളെ വണ്ടി മറിഞ്ഞ് കത്തിച്ച് ഇല്ലാതായിപ്പോയി. അങ്ങനെ ആരും തൊടാതെ ആ പകുതി പൊട്ടിയ പാറയുടെ ബാക്കി മുഴുവൻ അവിടെ ഉണ്ട്. ആൾക്കാർക്ക് അതിഭീകരമായ ഭയമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു, ഒരു ചെറിയ പെൺകുട്ടി ജനിച്ചിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് വലിയ പ്രായമില്ല. ആ പെൺകുട്ടിയുടെ നോട്ടവും ഭാവവും കാര്യങ്ങളുമൊക്കെ ഭദ്രകാളിയുമായിട്ട് ബന്ധമുള്ളതായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, ഈ ശുദ്ധ അബദ്ധങ്ങളെ പറയാതിരിക്കും, ഞാൻ ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വിഷയം, ഉടായ്പ് സ്വാമിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളുണ്ട്, എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഈ പെൺകുട്ടിക്ക് 7 വയസ്സ് പ്രായമേ ഉള്ളൂ. ഈ പെൺകുട്ടി പഴയ ഒരുപാട് കാര്യങ്ങൾ പറയും. ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ച് പറയും. വസൂരി രോഗം പിടിച്ച് മരിച്ചവരെക്കുറിച്ച്, അവിടെ കോമരമായിട്ടുണ്ടായിരുന്ന, വെളിച്ചപ്പാടായിട്ടുണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് പറയും. ഞാൻ ആ കോമരത്തിൻ്റെ കുടുംബത്തിൽ പറഞ്ഞ ഇന്ന ആളാണെന്ന് പറയും. ഞാൻ ഇങ്ങനെ മരിച്ചപ്പോൾ എന്നെ അടുക്കളയുടെ ഇന്ന ഭാഗത്ത് കുഴിച്ചിട്ടതാണെന്ന് പറയും. ഞെട്ടിപ്പോകുന്ന ഈ ഒരു വാർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയന്നു പോയി. അപ്പോൾ ഞാൻ എന്തൊക്കെ പറയും? ഇതെല്ലാം പറയും സ്വാമി, ഇതെല്ലാം പറയും. അപ്പോൾ രാത്രി ഒരു ദിവസം പറഞ്ഞു, എന്നെ രാത്രി പാറപ്പുറത്ത് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞെന്ന്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായി. ഈ 7 വയസ്സുള്ള പെൺകുട്ടി രാത്രി നടന്ന് ഈ പാറപ്പുറത്ത് ചെന്ന് ആ പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്നു എന്നാണ് പറയുന്നത്. രാത്രി കുട്ടിയെ കാണാതെ ചെല്ലുമ്പോൾ കാണുന്നത്, ഒരാൾ പറഞ്ഞത് അതിനകത്ത് എത്ര വാസ്തവം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, ശരിക്കും മുടിയൊക്കെ അഴിച്ചിട്ട് മൂക്കുത്തോടുകൂടി ഒരു ഭദ്രകാളി പാറപ്പുറത്ത് ഇരിക്കണ കണ്ടു എന്നാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ സത്യങ്ങളെന്ന് എന്നോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരമാണ് പറയുക? ഞാനീ ശരി മന്ത്രവാദ കഥകളും ഇത്തരത്തിലുള്ള കഥകളൊക്കെ എഴുതി പിടിപ്പിക്കുന്ന ഒരാളാണ്. ഇത് റിയൽ സംഭവം. 7 വയസ്സുള്ള പെൺകുട്ടി, ഭദ്രകാളിയുടെ ഭാവത്തിലുണ്ടായിരുന്ന കുട്ടി, ദുർമരണം സംഭവിക്കുമെന്ന് പറയുന്ന കുട്ടി, ചെറിയ വലിയ കറക്റ്റ് പ്രഡിക്ഷൻസ് എന്നാണ് പറയുന്നത്. രാവിലെ ഭസ്മം ഇങ്ങനെ പൊക്കി നെറ്റിയിൽ ഇങ്ങനെ ഒരു ഭസ്മം അങ്ങിടും. 7 വയസ്സേ ഉള്ളൂ. പിന്നെ ആ ശരീരം ഉടുക്കുന്ന വസ്ത്രം. അപ്പോൾ ഈ പെൺകുട്ടി, ഈ അമ്മയും അച്ഛനും ഒരു സാധാരണ ആൾക്കാരാണ്. ഈ അച്ഛനും അമ്മയും തന്നെ ഈ കുട്ടിയെ തൊഴുതുകൊണ്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇരിപ്പൊക്കെ കാണുന്നത്, ഒരു കാലിങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ കാലത്തിൻ്റെ പുറത്തേക്ക് എഴുതി വെച്ചിട്ട് ചെയ്യും. അതിൻ്റെ കണ്ണുകളുടെ തിളക്കത്തെക്കുറിച്ച് പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് തന്നെ തോന്നി. ഞാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അത്ഭുതങ്ങളായിട്ടുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു. TV-കാരും ഇവിടുത്തെ യൂട്യൂബ് ചാനലുകാരും പലരും ചെന്നിട്ട് അവരാരും അതിന് തയ്യാറായില്ല.
ആരും അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാനൊന്നും തയ്യാറായില്ല. ഒരുപാട് ആൾക്കാർ ചെന്നിട്ട് ഈ കുട്ടിയെ മറ്റൊരു തരത്തിലാക്കാൻ നോക്കി, ദൈവികമായ പരിവേഷം കൊടുത്തിട്ട് നോക്കി. പക്ഷേ ഈ കുട്ടി അപ്പോഴൊന്നും പുറത്തിറങ്ങില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, ശാസ്ത്രീയമായിട്ട് ഉയർന്നു നിൽക്കുന്ന, ശാസ്ത്രം വളർന്ന ആകാശത്തിനപ്പുറത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഉൾക്കൊള്ളാനോ, അല്ലെങ്കിൽ നമ്മൾ ഇതെന്താണ് ഭഗവാനെ, ദൈവികമായ സാന്നിധ്യങ്ങളുടെ ശക്തി ശിശുക്കളിലൂടെ വരും എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കുള്ള ആയുസ് കുറവുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കുറേ കാലത്തിന് ശേഷം ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാതെ പോയി. ഈ അടുത്ത കാലത്ത് ഞാൻ ഒന്ന് അന്വേഷിക്കണമെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷേ ആ കുട്ടിക്ക് സ്കൂളിൽ ചേർത്തു. ഇപ്പോൾ ഈ പഴയ ഭാവങ്ങളൊന്നുമില്ല, ഇപ്പോൾ ഭസ്മമൊന്നും തേക്കാറില്ല, ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ടൊരു കുട്ടിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ആരാണ്? ഏത് ആത്മീയമായ ശക്തിയാണ്? ഏത് ദൈവികമായ പരിവേഷമാണ്? നമ്മൾ എന്ത് ശാസ്ത്രത്തിനോട് എന്ത് ഇതാണ് പറയുക? കൃത്യമായി നീ ഇന്ന ആളല്ലേ എന്ന് കുട്ടി ചോദിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒരു സാധാരണ കുട്ടിയാണ്. ആ മുഖത്തെ ചൈതന്യമൊക്കെ പോയി. അപ്പോൾ ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം കണ്ടെത്താനോ തിരിച്ചറിയാനോ ഇതാണ് ശരിയെന്ന് പറയാനോ കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ചിലത് നിസ്സാരമായിട്ട് തള്ളിക്കളയുമ്പോൾ, നമ്മൾ നിസ്സാരമായിട്ട് ഇതൊന്നുമില്ല, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഇത്തരം കഥകളൊക്കെ കെട്ടിപ്പിടിക്കുന്നവരൊക്കെ മന്ത്രവാദികളാണ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പം ഇത്തരം കഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ അല്ലേ, ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് ആ കുട്ടിക്ക് ഇത് അന്ധവിശ്വാസമാണ്, ദൈവമാക്കി മാറ്റും, ദൈവത്തിൻ്റെ പരിവേഷമാക്കി മാറ്റും അല്ലേ. ഇപ്പം ഞാൻ തന്നെ കണ്ണേഷ് ഉപാസനയോട് ഫലം പറയുമ്പം സ്വാമി ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് പറയും. നമുക്കറിയാൻ വയ്യ. നമ്മൾ മുമ്പിൽ ഒരാൾ വന്നിരുന്ന് ഒരു നാണയം വയ്ക്കുമ്പോൾ നമ്മൾ ഫലം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കഥകൾ, ഇത്തരം സംഭവങ്ങൾ കലിയുഗത്തിൽ വന്ന് പറഞ്ഞു പോകുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നിസ്സാരമായി കരുതുന്നത്. അപ്പോൾ ഒരാളൊരു ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഭദ്രകാളിയുടെ ഉപദ്രവമാണെന്ന് പറയുമോ? പക്ഷേ ഭദ്രകാളിയുടെ ദുരിതമുണ്ടാകുമ്പോൾ, ഭദ്രകാളിയുടെ ദോഷമുണ്ടാകുമ്പോൾ, ഒരു ദേശത്ത് ദേവീ കോപമുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ദോഷദുരിതങ്ങൾ, ദൈവികമായ ശക്തിയുടെ കോപാവസ്ഥയിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാണത്. ആ ഡോക്ടർ മരണപ്പെട്ടു പോയി പിന്നീട്, ഞാനത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ, ഇത്തരം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതൊക്കെ തന്നെ വളരെ ശക്തിയുള്ളതാണ്. ഏവൂർ ഭഗവതി, പാലക്കാടുള്ള ഏവൂർ ഭഗവതി ക്ഷേത്രം, ഹേമാംബിക ദേവി, കൈപ്പത്തി ക്ഷേത്രം, നമ്മൾ കണ്ടില്ലേ ഒരു തിരുമേനി ഇവിടെ കൈപ്പത്തിയാണ്. അപ്പോൾ തിരുമേനി ആ ഹേമാംബിക ക്ഷേത്രത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ഹേമാംബിക ബുക്സ്, ഹേമാംബിക മ്യൂസിക്, ഹേമാംബിക ആശ്രമം, ഹേമാംബിക ഭവനം, ഹേമാംബിക ഗ്രാമം, ഇതെല്ലാം ഞാൻ തുടങ്ങുന്ന ഹേമാംബിക ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അത് പാലക്കാടാണ്, ഏവൂർ ഭഗവതി. അപ്പോൾ ഒരു തിരുമേനി, അവിടുത്തെ തിരുമേനി ഉച്ചപൂജയ്ക്ക് നടയൊക്കെ അടച്ച്, ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് നടയൊക്കെ അടച്ച് വീട്ടിൽ പോയി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മുറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ സമയത്തൊരു വളക്കച്ചവടക്കാരൻ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വളക്കച്ചവടക്കാരൻ വളയൊക്കെ വിൽക്കാതെ, അന്നത്തെ ദിവസം ഒരു വളയും വിൽക്കാതെ ഈ ക്ഷേത്ര പരിസരത്ത്, 4 ചുറ്റും കുളമാണ്, അതിൻ്റെ ഒരുപാട് കുളങ്ങളുണ്ട്, ആ കുളത്തിലൂടെ പോയി ചെന്ന് ഈ വളയെല്ലാം, വളപ്പെട്ടിയെല്ലാം താഴെ ഇറക്കി വെച്ചിട്ട് ഈ കുളത്തിലേക്ക് ഇറങ്ങി കൈ കഴുകുമ്പോൾ തൊട്ടപ്പുറത്ത് വെള്ളം ഇങ്ങനെ അനങ്ങുന്നതായിട്ട് നോക്കുമ്പം അതിസുന്ദരിയായ ഒരു പെൺകുട്ടി കാലുകൾ വെള്ളത്തിലേക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട്. അപ്പോൾ ഈ മുസ്ലിം സഹോദരൻ ചോദിച്ചു, അല്ലയോ എന്ത് സുന്ദരിയായ പെൺകുട്ടി, നിൻ്റെ കയ്യിൽ വളകളൊന്നുമില്ലല്ലോ. എൻ്റെ കയ്യിൽ ഇന്നത്തെ കച്ചവടമൊന്നും നടന്നിട്ടില്ല, ഞാൻ ഈ സുന്ദരമായ കൈകളിൽ വളകളിട്ട് തരട്ടെ, എൻ്റെ നല്ല കുപ്പിവളകളുണ്ട് എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ കൈ നീട്ടി കൊടുക്കും. കൈ നീട്ടി കൊടുത്തപ്പം ഒന്ന് ആലോചിക്കണം, ആ സുന്ദരമായ വിരലുകൾ, രക്തവർണ്ണമുള്ള നഖങ്ങൾ, അതീവ ചേതസ്സുള്ള ആ സൗന്ദര്യത്തെ അയാളിങ്ങനെ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ വളകളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു, അയ്യോ കച്ചവടക്കാരാ, എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവിടെ ഇല്ലത്ത് ചെന്നാൽ, ആ ഇല്ലത്ത് എൻ്റെ അച്ഛനിപ്പം നടയടച്ച് പോയിട്ടുണ്ട് അങ്ങോട്ട്, അദ്ദേഹം നിങ്ങൾക്ക് പണം തരും. പണമില്ല എന്ന് പറഞ്ഞാൽ ആ ഉത്തരത്തിൻ്റെ ഇന്ന ഭാഗത്ത്
മടക്കി വെച്ച പണമുണ്ട് ഇവിടെ ദക്ഷിണയായി കിട്ടിയത്, അത് തരാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. വളക്കച്ചവടക്കാരൻ സന്തോഷത്തോടു കൂടി ചെല്ലുമ്പോൾ അദ്ദേഹം ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുവാണ്. പറയും അപ്പോൾ ഗേറ്റിൻ്റെ അപ്പുറത്തല്ലേ നിൽക്കാവുള്ളൂ. ഈ ജാതിമത ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമല്ലേ. തിരുമേനിയും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുമാണ്, വളക്കച്ചവടക്കാരൻ. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, തിരുമേനി മകള് വള മേടിച്ചു, ഞാൻ ഇത്ര രൂപ ചക്രത്തിൻ്റെ വള കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തിരുമേനി ആ പണം ഇങ്ങോട്ട് തരണം. പണമില്ലാന്ന് പറഞ്ഞാൽ എന്താ ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്ക് മകളോ? അല്ല സ്വാമി, തിരുമേനിയുടെ മകളാണെന്ന് പറഞ്ഞു. പണം ഇന്ന ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മകൾ അങ്ങ് വിദേശത്താണല്ലോ, മുംബൈയിൽ അങ്ങാണ്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ മകൾ. അപ്പോൾ പറയും ഇല്ല ഇന്നയാണ്, ഇന്നെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ തിരുമേനിക്ക് മനസ്സിലായി അത് ദൈവികമായ സാന്നിധ്യമുള്ള ഒരു സാന്നിധ്യ ശക്തിയാണ്, അത് എൻ്റെ ഹേമാംബിക ദേവിയാണ് എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞ് ഓടി കുളക്കരയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭഗവതി, നിന്നെ ഞാൻ നിത്യം കുളിപ്പിച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് നിന്നെ ഇവിടെ കുടിയിരുത്തി നിന്നെ എൻ്റെ മകളെപ്പോലെ ഞാൻ എല്ലാ പൂജാതി കർമ്മങ്ങളും ഒക്കെ ചെയ്ത് വളർത്തുമ്പോഴും നീ എനിക്ക് ദർശനം തരാതെ ഒരു ദേശക്കാരനായ അന്യ സമുദായക്കാരനായ ഒരാൾക്കാണല്ലോ നീ ദർശനം കൊടുത്തത് ദേവി എന്ന് പറയുമ്പോൾ കരയുമ്പോൾ ഈ 2 കൈപ്പത്തി മാത്രം വെള്ളത്തിൽ നിന്നിങ്ങനെ ഈ കുപ്പിവളകളിട്ട കൈയോടുകൂടി ഉയർന്നു വന്നു. ഇന്നും ഏവൂർ ഭഗവതി ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് പകരം 2 കൈപ്പത്തിയാണ് പാലക്കാട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും. അവിടെ 10 രൂപ കൊടുത്താൽ നെയ്വിളക്ക് കിട്ടും, തിരി കത്തിക്കണ്ട. നെയ്വിളക്ക് മേടിച്ച് നമ്മൾ അവിടെ വെച്ചാൽ സ്ത്രീകൾക്ക് മനോദുഃഖമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഞാൻ പലരെയും അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. 4 ചുറ്റും കുളമാണ്. ഇപ്പോൾ കുറേ കൂടെയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അവിടെ ഈ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. പണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് മുഖം കഴുകാനും പിന്നെ ഇറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ക്ഷേത്ര കുളമൊക്കെ ഉണ്ട് അവിടെ. ഈ കൈപ്പത്തി കണ്ട കുളമൊക്കെ ഉണ്ട് അവിടെ. 3-4 ഉണ്ട് ഈ അമ്പലത്തിൻ്റെ 4 ചുറ്റുമായിട്ട്. 2 കൈപ്പത്തിയാണ്. അങ്ങനെ ഈ കോൺഗ്രസ്സിന് കൈപ്പത്തി ചിഹ്നം വന്നത് വിജയരാഘവൻ എന്ന് പറയുന്ന പാലക്കാട് എം പി അവിടെ മത്സരിക്കുന്ന കാലത്ത്, ആ സമയത്ത് കോൺഗ്രസ്സിന് കൈപ്പത്തി ചിഹ്നം കിട്ടുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധി അവിടെ വന്നിട്ട് ഈ കഥ പറയുമ്പോൾ ഇന്ദിരാഗാന്ധി ക്ഷേത്രം സന്ദർശിച്ചു എന്നും അങ്ങനെ ആ കൈപ്പത്തി കൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൈപ്പത്തി ചിഹ്നം വന്നതെന്നും ഒക്കെയുള്ള കഥകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ എത്ര ഭീകരമായ വളർച്ചയുണ്ടെങ്കിലും ദൈവിക സാന്നിധ്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ തള്ളിപ്പറയാതിരിക്കുക. ദൈവിക വിശ്വാസങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. അങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തിനൊരു പരിഹാരം ഉണ്ടാവും, ഇല്ലേ? ദൈവം കുറേ പണമൊന്നും തരത്തില്ല, നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഞാൻ ഈശ്വര എന്ന് വിളിച്ച് നല്ല കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അനുഗ്രഹമുണ്ടാകും, അല്ലേ? എനിക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥ ഞാൻ ആരും കാണുന്നില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ നീ ഈ നിമിഷം നിനക്ക് ദുഃഖത്തിൽ നിന്ന് സന്തോഷമുണ്ടാകുന്ന, നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുക, സന്തോഷമുണ്ടാക്കുക. ഞാൻ പറയുന്നതാണത്. അപ്പം ആത്മീയമായിട്ടുള്ള വഴികളിൽ സഞ്ചരിക്കുന്നവർക്ക് കുറച്ച് വിശ്വാസം കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ പോലും നമ്മൾ ഈ പഴയ കാലത്ത് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആൽമര ചുവടും ആൽമരത്തിലെ ആൽമരത്തറയും ഇതുപോലുള്ള കുളങ്ങളും കാവുകളും ക്ഷേത്രങ്ങൾക്കും എല്ലാം പൗരാണികമായ ഒരു വലിയ കഥയുണ്ട്. അത്തരം ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യരിൽ നന്മ ഇത്തിരിയെങ്കിലും അവശേഷിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസം പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ശബരിമല കേസൊക്കെ ഇവിടെ പോയി, എല്ലാം പോയി. പക്ഷെ നമുക്കിപ്പോൾ കേസ് ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നു, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു, മനുഷ്യൻ അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ സ്വർണം എടുക്കാതിരിക്കുകയോ ചെയ്യുന്നു. ഒരുപാട് വിഷയങ്ങൾ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞ് വാർത്തകളിലൊക്കെ നിറം പിടിച്ച് നമ്മളൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്തു. അവസാനം ഇത് ഒന്നുമല്ലാതായി എല്ലാം ഏതോ സിനിമയിൽ പറയുന്നവരെല്ലാം കോംപ്ലിമെൻ്റായി നമ്മുടെ മനുഷ്യൻ്റെ ചിന്താധാരകളിൽ നിന്ന് പോയി. പുതിയ വാർത്തകൾ വന്നപ്പോൾ ഇതെല്ലാം അന്യം വന്നു പോയി. പക്ഷേ കാലമെന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഭഗവാനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ സ്വർണം നീ എടുത്തിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ സ്വർണ്ണമൊന്നും വേണ്ട, നീ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹിതമല്ലാത്ത കർമ്മങ്ങളും ഹിതമല്ലാത്ത ചിന്തകളും ഹിതമല്ലാത്ത സ്വപ്നങ്ങളും നിനക്ക് തരുന്ന മഹാദുരന്തങ്ങൾ കേസും കോടതി വ്യവഹാരങ്ങളൊന്നുമല്ല. ആ ജീവിതത്തിൻ്റെ ഒരു തലമുറ
ആ തലമുറയുടെ അവസാനം, രണ്ടാം തലമുറ, ആ തലമുറയുടെ തുടക്കം മുതലുള്ളത്, മൂന്നാം തലമുറ കൊണ്ട് സർവനാശം സംഭവിച്ച് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അതിദാരുണമായ അന്ത്യങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു ചെയ്യും എന്നുള്ള കാര്യത്തിനകത്തൊന്നും ഒരു സംശയവുമില്ല. കാരണം ദൈവികമായ ശക്തി എന്ന് പറയുന്നത് അതിശക്തിയാണ്. സൂര്യൻ്റെ 1000 സൂര്യൻ്റെ ശക്തിയുള്ള, 1000 സൂര്യൻ്റെ പ്രഭയുള്ള, 1000 സൂര്യൻ്റെ അനുഗ്രഹമുള്ള, പ്രകാശധാരകൾ വമിക്കുന്ന ചൈതന്യമുള്ള ഒരു അപാരമായ ശക്തിയാണ് ഈ ആത്മീയതയിൽ ഉണ്ടാകുന്ന ഭഗവത് സാന്നിധ്യങ്ങൾ. അതിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അതൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാൽ, അത് മൂടിവെച്ച് മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇതൊന്നും അനുഭവയോഗമില്ലാന്ന് മാത്രമല്ല, മുകളിലേക്ക് പോകുന്ന ശ്വാസം, ഇത്ര ശ്വാസം നിനക്ക് ഈ ഭൂമിയിൽ നീ ഉണ്ടാകും, ഇത്ര ശ്വാസം കഴിയുമ്പോൾ നിൻ്റെ ഹൃദയത്തെ ചലനം നിൽക്കും, ഇത്ര ശ്വാസം കഴിയുമ്പോൾ നിൻ്റെ ശരീരത്തിൻ്റെ താപം നിലയ്ക്കും എന്നൊക്കെയുള്ള ശരീരവും മനസ്സുമൊക്കെ വേർപെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യങ്ങൾ, നഗ്നമായ സത്യങ്ങൾ, ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, സത്കർമ്മങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ സമാധാനപരമായ ജീവിതം കണ്ടെത്താൻ കഴിഞ്ഞാൽ, മോക്ഷപ്രാപ്തി കിട്ടുന്ന അവസാന കാലവും അത് കഴിഞ്ഞുള്ള പുനർജന്മങ്ങളിലും പൂർവ്വജന്മത്തിൽ നിന്ന് വന്നു ചേർന്ന ദുരിതങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുമെന്നും, അല്ലെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ അലറി വിളിച്ച് കരയുന്ന ഒരു അന്ത്യം മനുഷ്യനുണ്ടാകുമെന്നും, എല്ലാ സത്യങ്ങളിലും എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണെന്നും, ആ സത്യങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ശ്വാസം, ആ സത്യത്തിനൊരു ശ്വാസമുണ്ട്, ആ ശ്വാസം ഒരു കൊടുങ്കാറ്റായിട്ട് മാറി നിന്നെ ഈ ഭൂമിയിൽ ഉന്മൂലനാശനം ചെയ്തത് നിനക്ക് ആയുസ് എടുക്കാതെ ഈ ഭൂമിയിൽ വീഴ്ത്തിയിട്ടേക്കും. തളർന്നു പോകുന്ന മനസ്സും തളർന്നു പോകുന്ന ശരീരവും ശിഥിലമായി പോകുന്ന ചിന്തകളുമായിട്ട് ജീവിതത്തിൻ്റെ അവസാനകാലം ഭ്രാന്ത് പിടിച്ചലയാതെ മരിക്കൂ, എന്നെ കൊണ്ടുപോകൂ, ഈ ഭൂമിയിൽ അലറി വിളിക്കുന്ന ഒരുപാട് പേരെ കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മുമ്പിൽ ഇതാ ഇന്ന് വന്ന് നിൽക്കുന്നു, എൻ്റെ അമ്മാവൻ നിൽക്കുന്നു, എൻ്റെ പൂർവികർ വന്ന് നിൽക്കുന്നു, എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ പോലും ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവത് സാന്നിധ്യങ്ങളുടെ മുമ്പിൽ വിറങ്ങലിച്ച് കിടക്കുന്ന, എന്നാൽ ഞാൻ വിറങ്ങലിച്ച് പോകുന്നതാണ്, സ്പർശനമില്ലാതെ, സ്പന്ദനമില്ലാതെ, നേരിയ സ്പന്ദനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത, എന്നാൽ ഉള്ളിൽ ഞാൻ തെളിയുന്ന സത്യങ്ങൾ വിറയാർന്ന ശരീരത്തോടെ ജീവിച്ച് എത്രയോ കാലം അഴുകി ജീർണിച്ച് നശിച്ച ശരീരത്തെ താങ്ങാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, വെള്ളമിറങ്ങാത്തുള്ള മരണം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.